ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കാര്യം കാണാൻ പോവുകയാണ്. വരൂ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പപ്പായയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പപ്പായ. നല്ല അടിപൊളി പപ്പായയാണ്, റെഡ് ലേഡിയാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഗുണം തരുന്നതാണ്. ഈ സീസണിൽ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല തുടുത്ത് ഇരിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ എനിക്ക് പൊക്കം കിട്ടാത്തതുകൊണ്ട് ഈ കസേരയുടെ മുകളിൽ കയറിയാണ് ഞാൻ പറിക്കുന്നത്. ഇതാണ് കേട്ടോ വടി. അപ്പോൾ ഇന്നലെ ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേക്കും ഇത് പഴുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇന്ന് തന്നെ കൊത്തിയിടാമെന്ന്. കുറേ നാൾ നിർത്തിയിരുന്ന അത് കൊള്ളാതെ വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പറിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പറിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് എത്ര കുത്തിയിട്ടും എനിക്ക് പറിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് അമ്മയുടെ കൊടുക്കാം കേട്ടോ. എനിക്ക് കുത്തിയിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അമ്മേരെ കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ഒന്ന് കുത്തിയിട്ട് തരുമോ? അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് താഴോട്ടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നിങ്ങൾ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും പിടിക്കുമെന്ന്? അതുപോലെയാണ് എൻ്റെത്. താഴെയാണ് പിടിച്ച് കിടക്കുന്നത്. എല്ലാ ചക്കയും മുകളിൽ പിടിക്കുന്ന പോലെ അല്ല ഈ ചക്ക. താഴെയാണ് എൻ്റെത് പിടിച്ച് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, താഴെയാണ് പിടിച്ച് കിടക്കുന്നത്. നല്ല സൂപ്പർ ചക്കയാണ്, നല്ല ടേസ്റ്റുമാണ്. അടുത്തത് കണ്ടോ, ഇതൊരു പപ്പായയാണ് ഗൈസ്, നാടൻ പപ്പായയാണ്. നമ്മൾ മുകളിൽ കണ്ട റെഡ് ലേഡിയാണ്. ഇത് നല്ല നാടൻ പപ്പായയാണ്. അടിപൊളി ടേസ്റ്റാണ്. നാടനായതുകൊണ്ട് തന്നെ ഇത്തിരി ടേസ്റ്റ് കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല നാടനാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അമ്മ കുത്തിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് പോയി പറക്കാം. വരൂ ഗൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നാമത്തതാണ്. അപ്പം രണ്ടാമത്തെ എടുക്കാൻ പോവാം. ഇതാണ് കേട്ടോ രണ്ടാമത്തത്. ഇതിന് മൂടില്ല ഗൈസ്. അപ്പം നമുക്ക് മൂന്നാമത്തെ എടുക്കാം. ലാസ്റ്റ് വണ്ണാണ് ഗൈസ് മൂന്നാമത്തത്. അപ്പം മൂന്നാമത്തേണ്. ഇത് കാണാൻ നല്ല മാങ്ങ പോലെ ഇരിക്കുന്നു ഗൈസ്, വെയിറ്റ് ഒന്നുമില്ല. അപ്പം നമ്മുടെ 3 പപ്പായയും പറിച്ചു. അങ്ങനെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.